Hello students, 5th semester BSc Mathematics, first subject ആണ് Mathematical Analysis. അതിന്റെ ഫസ്റ്റ് മോഡ്യൂളിലെ നാലാമത്തെ സെക്ഷൻ ആണ് The Completeness Property of R. നമുക്ക് ഏതായാലും നോക്കാം. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന മെയിൻ ഒരു കാര്യമാണ് R is a complete ordered field. ഓക്കെ, ഇവിടെ ആദ്യമേ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ബൗണ്ടഡ് അബവ്, ബൗണ്ടഡ് ബിലോ. ബൗണ്ടഡ് സെറ്റ് എന്താണ്? അപ്പൊ നമുക്ക് നോക്കാം. A set S is said to be bounded above if there exists a number u element of R such that S less than or equal to u for all S element of S. അതായത് R നമുക്കറിയാം എന്താ, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. അതിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് S. ആ S ബൗണ്ടഡ് അബവ് ആണെന്ന് പറയുന്നത് എപ്പോഴാണെന്ന് അറിയും. നമുക്കൊരു നമ്പർ, റിയൽ നമ്പർ u കണ്ടുപിടിക്കാൻ സാധിക്കും. എങ്ങനെയാണ്? എസിന്റെ അകത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അത് യുവിനേക്കാൾ ചെറുതായിരിക്കും, അല്ലെ? എസിന്റെ അകത്തെ ഏതൊരു എലമെന്റ് എടുത്താലും അത് യുവിനേക്കാൾ ചെറുതാണ്. അപ്പൊ എന്താ, ബൗണ്ടഡ് എബോവ് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ യുവിനെ നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് വിളിക്കും. ഇനി ബൗണ്ടഡ് ബിലോ ആണെങ്കിലോ, എസ് ഈസ് സെഡ് ടു ബി ബൗണ്ടഡ് ബിലോ ഇഫ് there exists a number w element of R such that w less than or equal to S for all S element of S. എസ് എന്ന് പറഞ്ഞ സെറ്റിനെ ബൗണ്ടഡ് ബിലോ എന്ന് വിളിക്കുന്ന എപ്പോഴാണെന്ന് അറിയാവോ? നമുക്കൊരു റിയൽ നമ്പർ ഡബ്ല്യു കണ്ടുപിടിക്കാൻ സാധിക്കും, ഡബ്ല്യുവിനേക്കാൾ വലുതായിരിക്കും ആ സെറ്റിലെ എല്ലാ എലമെന്റ്സും. അങ്ങനെയാണെങ്കിൽ ഡബ്ല്യുവിനെ നമ്മൾ ലോവർ ബൗണ്ട് ഓഫ് എസ് എന്ന് വിളിക്കുന്നു. ഇനി ഒരു സെറ്റ് ഒന്നുകിൽ ബൗണ്ടഡ് അബോ അല്ലെങ്കിൽ ബൗണ്ടഡ് ബിലോ ആകാം, അല്ലെങ്കിൽ രണ്ടും ആകാം. ഓക്കെ, ഇനി ഒരു സെറ്റ് ബോത്ത് ബൗണ്ടഡ് അബോ ഓർ ആൻഡ് ബൗണ്ടഡ് ബിലോ. ബൗണ്ടഡ് അബോവും ബൗണ്ടഡ് ബിലോവും ആണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ ബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. ബൗണ്ടഡ് അല്ലാത്ത സെറ്റിനെ നമ്മൾ അൺബൗണ്ടഡ് സെറ്റ് എന്ന് വിളിക്കും. എക്സാമ്പിൾ നോക്കിയേ. സെറ്റ് എക്സ് എലമെന്റ് ഓഫ് ആർ സെറ്റ് ദാറ്റ് എക്സ് ലെസ് ദാൻ 2 എന്ന് വെച്ചാൽ 2വിനേക്കാൾ ചെറിയ റിയൽ നമ്പേഴ്സ് അല്ല. എന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ -∞ തൊട്ട് ഇങ്ങനെ വന്ന് 2 വരെ നിൽക്കുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാം, ആ സെറ്റിലെ എല്ലാ എലമെന്റ്സ് 2വിനേക്കാൾ ചെറുതാന്ന് പറയാലോ. അപ്പൊ അത് ബൗണ്ടഡ് അബവ് ആയിരിക്കും. 2 ആണ് അപ്പർ ബൗണ്ട്. 2 അപ്പർ ബൗണ്ട് ആണെങ്കിൽ നോക്കി, എല്ലാ നമ്പറും 2വിനേക്കാൾ ചെറുതാ, എല്ലാ നമ്പർ 3യേക്കാൾ ചെറുതല്ലേ, എല്ലാ നമ്പർ 4നേക്കാൾ ചെറുതല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, 2 ഒരു അപ്പർ ബൗണ്ട് ആണെങ്കിൽ 2വിനേക്കാൾ വലിയ നമ്പേഴ്സും എന്താ, അപ്പർ ബൗണ്ടുകളാകും. പക്ഷെ ഈ സെറ്റിന് ലോവർ ബൗണ്ട് ഇല്ല. കാരണം ഇതിനകത്ത് ഏറ്റവും ചെറിയ എലമെന്റ് ഏതാന്ന് പോലും നമുക്ക് അറിയത്തില്ല, അങ്ങ് പോവുക -∞ വരെ. അപ്പൊ ഈ സെറ്റ് ബൗണ്ടഡ് ബിലോ അല്ല. അപ്പൊ എന്താ പറയാ, ഇതൊരു അൺബൗണ്ടഡ് സെറ്റ് ആണ്. അൺബൗണ്ടഡ് സെറ്റ് ആണ്. ബൗണ്ടഡ് ആകണമെങ്കിൽ എന്താ, ബൗണ്ടഡ് എബോവ് ആയിരിക്കണം, ബൗണ്ടഡ് ബിലോയും ആയിരിക്കണം. ഇവിടെ ഇത് ബൗണ്ടഡ് എബോവ് മാത്രമാണ്, ബൗണ്ടഡ് ബിലോ അല്ല. കാര്യം മനസ്സിലായോ? ഒരു നമ്പർ അപ്പർ ബൗണ്ട് ആണെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പർ അല്ല അപ്പർ ബൗണ്ട് ആയിരിക്കും. തിരിച്ചൊന്ന് ആലോചിച്ച്, ഒരു നമ്പർ ലോവർ ബൗണ്ട് ആണെങ്കിൽ അതിനേക്കാൾ ചെറിയ നമ്പർ അല്ല ലോവർ ബൗണ്ടും ആയിരിക്കും. ഓക്കെ, if a set has one upper bound then it has infinitely many upper bound. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് 2 അപ്പർ ബൗണ്ട് ആണെങ്കിൽ 2വിനേക്കാൾ വലിയ എല്ലാ നമ്പറും എന്തോ അപ്പർ ബൗണ്ടുകൾ, അത് ഇൻഫിനിറ്റ് നമ്പർ ആണ്. Because if u is an upper bound of S then the numbers u plus 1 u plus 2 etc are also upper bound of S. ലോവർ ബൗണ്ടിനും നമുക്ക് ഇതുപോലെ പറയാം. ഓക്കെ, അപ്പൊ സെറ്റിന്, ചില സെറ്റിന് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കാണത്തില്ല, ചില സെറ്റിന് അപ്പർ ബൗണ്ട് മാത്രമേ കാണത്തുള്ളൂ, ചില സെറ്റിന് ലോവർ ബൗണ്ട് മാത്രമേ കാണത്തുള്ളൂ, ചില സെറ്റിന് അപ്പർ ബൗണ്ട് ലോവർ ബൗണ്ട് കാണും. ഓക്കെ, ഇനിയും അപ്പർ ബൗണ്ടുകൾ ഉണ്ടെങ്കിൽ, ഒരു നമ്പർ അപ്പർ ബൗണ്ട് ആണെങ്കിൽ അതിനേക്കാൾ വലിയ നമ്പർ അല്ല അപ്പർ ബൗണ്ട് ആണെന്ന് പറയാമല്ലോ. അപ്പൊ നമ്മൾ അപ്പർ ബൗണ്ടുകളിൽ ചെറിയ ആളെ, ലീസ്റ്റ് അപ്പർ ബൗണ്ട്, അതിനെ നമ്മൾ സുപ്രീമം എന്ന് വിളിക്കും. ഇനി ലോവർ ബൗണ്ടുകൾ, ഒരു നമ്പർ ലോവർ ബൗണ്ട് ആണെങ്കിൽ അതിനേക്കാൾ ചെറിയ നമ്പർ അല്ല ലോവർ ബൗണ്ട് ആണ്. അപ്പൊ ലോവർ ബൗണ്ടുകൾ വലുത്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്, അതിനെ ഇൻഫിമം എന്ന് വിളിക്കും. അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. എസ് എന്ന് പറയുന്ന ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് ആർ ആണ്. ഇഫ് എസ് ഈസ് ബൗണ്ടഡ് അബോ then a number u is said to be a supremum or a least upper bound if it satisfies u is an upper bound s, and if v is an upper bound s then u less than or equal to v. അപ്പം യു എന്ന് പറഞ്ഞ ഒരു നമ്പറിനെ സുപ്രീമം അഥവാ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് വിളിക്കണമെങ്കിൽ അതൊരു അപ്പർ ബൗണ്ട് ആയിരിക്കണം. പിന്നെ ആ സെറ്റിൽ വേറെ അപ്പർ ബൗണ്ടുകൾ ഉണ്ടെങ്കിൽ
ആ അപ്പർ ബൗണ്ടുകളെല്ലാം യുവിനേക്കാൾ വലുതായിരിക്കണം, എങ്കിൽ മാത്രമേ യു ചെറുതാവത്തുള്ളൂ, യു ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആവത്തുള്ളൂ. ഇൻഫിമോ അതേപോലെ ആലോചിക്കാം. ഒരു സെറ്റ് എസ് ബൗണ്ടറി ബിലോ ആണെങ്കിൽ നമ്പർ ഡബ്ല്യു ഈസ് കോൾഡ് ഇൻഫിമം ഓർ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് എസ്. ഇഫ് ഡബ്ല്യു ലോവർ ബൗണ്ട് ആയിരിക്കണം, വേറെ ഏതെങ്കിലും ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഡബ്ല്യുവിനേക്കാൾ ചെറുതായിരിക്കണം. ഓക്കെ. It is not difficult to see that there can be only one supremum for a given set. അപ്പോൾ ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെങ്കിൽ ഒരെണ്ണേ കാണത്തുള്ളൂ. സുപ്രീമം കാണണമെന്ന് നിർബന്ധമില്ല, സുപ്രീമം ഉണ്ടെങ്കിൽ ഒരെണ്ണേ കാണത്തുള്ളൂ. അപ്പൊ അത് വല്ലതും പ്രൂഫായിട്ട് ചോദിച്ചാൽ എന്താ? പ്രൂവ് ദാറ്റ് എ സെറ്റ് ഹാസ് അറ്റ്മോസ്റ്റ് വൺ സുപ്രീമം. അറ്റ്മോസ്റ്റ് വൺ സുപ്രീമം എന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ സുപ്രീമം ഉണ്ടാകാതിരിക്കാം, ഉണ്ടെങ്കിൽ ഒന്നേ കാണത്തുള്ളൂ, മാക്സിമം ഒന്നേ കാണത്തുള്ളൂ. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെ? രണ്ടെണ്ണം ഉണ്ടെന്ന് എടുക്കുക. ഫോർ സപ്പോസ് ദാറ്റ് u1 ആൻഡ് u2 ആർ ബോത്ത് സുപ്രീമം. അപ്പൊ എന്താ? u1 ലെസ് ദാൻ u2 ആണെങ്കിൽ എന്താ പറയാം? u2 സുപ്രീമം ആയതുകൊണ്ട് എന്താ പറയാം? u1ന് അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. കാരണം എന്താ നോക്കിക്കേ, u1 ലെസ് ദാൻ u2. u2 സുപ്രീമം ആണെങ്കിൽ എന്തോ? സുപ്രീമം എന്ന് വെച്ചാൽ എന്തോ? അപ്പർ ബൗണ്ടുകളിൽ ചെറുത്. അപ്പൊ u2നേക്കാൾ ചെറിയ ആൾ അപ്പർ ബൗണ്ട് ആകത്തില്ല, അതായത് u1 അപ്പർ ബൗണ്ട് ആകത്തില്ല. പക്ഷെ u1 എന്ന് പറയുന്നത് എന്താ? യഥാർത്ഥത്തിൽ അപ്പർ ബൗണ്ട് ആണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അവിടെ നിൽക്കട്ടെ. ഇനി u2 ലെസ് ദാൻ u1 ആണെങ്കിൽ ഇതേപോലെ നമുക്ക് പറയാം എന്താ? u1 സുപ്രീമം ആയതുകൊണ്ട് u2 അപ്പർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും u1 u2 ഈക്വൽ ആയിരിക്കണം, അതായത് സുപ്രീമം യുണീക്ക് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഫിമോ നമുക്ക് ചെയ്യാം. അത് തന്നെത്താൻ ചെയ്ത് നോക്കണേ. ഇതേ ഐഡിയ തന്നെയുള്ളൂ. രണ്ടെണ്ണം ഉണ്ടെന്ന് എടുക്കുക, w1 w2 ഉണ്ടെന്ന് എടുക്കുക. എന്നിട്ട് ഇതേപോലെ ലെസ് ദാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയിട്ട് പറയാം, ഒന്ന് ഇൻഫിമോ ആയതുകൊണ്ട് മറ്റേന് ലീസ്റ്റർ ബൗണ്ട് ആകാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പൊ സുപ്രീമം ഓഫ് എ സെറ്റ് എസിനെ നമ്മൾ സുപ് എസ് എന്നും ഇൻഫിമം ഓഫ് എ സെറ്റ് എസിനെ ഇൻഫ് എസ് എന്നും വിളിക്കും. അപ്പൊ സുപ്രീമോ ഇൻഫിമോ എക്സിസ്റ്റ് ചെയ്യണോ നിർബന്ധമില്ല, എക്സിസ്റ്റ് ചെയ്താൽ നമ്മൾ അങ്ങനെ വിളിക്കും. ഓക്കെ. ഇനി യു ഡാഷ് എന്ന് പറയുന്ന ഒരു ആർബിട്രറി അപ്പർ ബൗണ്ട് ആണെങ്കിൽ എപ്പോഴും അതിനേക്കാൾ ചെറുതായിരിക്കും സുപ്രീമം. കാരണം എന്താ? സുപ്രീമം ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത്. ഇനി നോക്കേ, ഒരു നോൺ എംപ്റ്റി സെറ്റ് തന്നു കഴിഞ്ഞാൽ അതിന് 4 പോസിബിലിറ്റിയാണ്. ഒന്നുകിൽ സുപ്രീമോ ഇൻഫിമോ കാണും, അല്ലെങ്കിൽ സുപ്രീമോ മാത്രം കാണും, അല്ലെങ്കിൽ ഇൻഫിമോ മാത്രം കാണും, അല്ലെങ്കിൽ സുപ്രീമോ ഇൻഫിമോ കാണത്തില്ല. അപ്പൊ ഇതിന്റെയൊക്കെ എക്സാമ്പിൾ, ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിച്ചു വെച്ചോണം. എന്താ? സുപ്രീമോ ഇൻഫിമോ ഉള്ള ഒരു സെറ്റ് പറ. നമ്മുടെ ഓപ്പൺ ഇന്റർവെൽ 1 2, അതിനകത്തെ 1 ഇൻഫിമോ 2 സുപ്രീമോ ആണ്. ഇനി സുപ്രീമോ മാത്രമേ ഉള്ളൂ, ഇൻഫിമോ ഇല്ല. അപ്പൊ എന്താ? -∞ 3. അപ്പൊ 3 എന്ന് പറയുന്നത് സുപ്രീമോ ആണ്, ഇൻഫിമോ കാണാൻ പറ്റത്തില്ല. ഇനി ഇൻഫിമോ ഉണ്ട്, സുപ്രീമോ ഇല്ല. അപ്പൊ എന്താ? -2 ഇൻഫിനിറ്റി. ഓപ്പൺ ഇന്റർവെൽ -2 ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി ഇൻഫിമോ ഇല്ല, സുപ്രീമോ ഇല്ല. എന്താ? -∞ to +∞. ഓക്കെ. അല്ലെങ്കിൽ എന്തുവാ? സെറ്റ് ഓഫ് ഓൾ ഇന്റിജേഴ്സ്. സുപ്രീമോ ഉണ്ട്, ഇൻഫിമോ ഇല്ല. അതിനെന്താ പറയാ? നെഗറ്റീവ് നമ്പേഴ്സിന്റെ കളക്ഷൻ. ഇനി ഇൻഫിമോ ഉണ്ട്, സുപ്രീമോ ഇല്ല. എന്താ പറയാ? നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ. അങ്ങനെ പല എക്സാമ്പിൾ ഉണ്ട്, അത് മനസ്സിലാക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു യുവിനെ നമ്മൾ അപ്പർ ബൗണ്ട് എന്ന് വിളിക്കണമെങ്കിൽ എന്താ? യു അപ്പർ ലീസ്റ്റ് അപ്പർ ബൗണ്ട് സുപ്രീമോ എന്ന് വിളിക്കണമെങ്കിൽ എന്താ? ആ യു അപ്പർ ബൗണ്ട് ആയിരിക്കണം. പിന്നെന്താ നമ്മൾ വേണ്ടേ? ആ യുവിനേക്കാൾ ചെറിയ നമ്പർ ഒരിക്കലും അപ്പർ ബൗണ്ട് ആവത്തില്ല. ഓക്കെ. The following statement about upper bound are equivalent. Okay. If V is any upper bound of S, then U less than or equal to V. U supremo ആണെങ്കിൽ എന്താ പറയാം? ഏതൊരു അപ്പർ ബൗണ്ട് എടുത്താലും യുവിനേക്കാൾ വലുതായിരിക്കും V.
ഇനി എന്താ, ഇസഡ് ലെസ് ദാൻ യു ആണെങ്കിൽ ഇസഡ് അപ്പർ ബൗണ്ട് ആവത്തില്ല, കാരണം യു ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അപ്പൊ അതിലും ചെറിയ നമ്പർ ഒരിക്കലും അപ്പർ ബൗണ്ട് ആവത്തില്ല. ഇനി എന്താ പറയാ, ഇസഡ് ലെസ് ദാൻ യു ആണെങ്കിൽ എന്താ പറയാ, നമുക്ക് ആ സെറ്റിലെ ഒരു എലമെന്റിനെ കണ്ടുപിടിക്കാൻ സാധിക്കും എവിടെ, ഇസഡിനും യുവിനും ഇടയ്ക്ക്. കണ്ടുപിടിക്കാൻ സാധിക്കത്തില്ലെങ്കിൽ എന്തോ, ഇസഡ് അങ്ങ് അപ്പർ ബൗണ്ട് ആയിപ്പോ, പക്ഷെ യു ആണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്. കാര്യം മനസ്സിലാവുന്നുണ്ടോ? അതേ ഐഡിയ തന്നെ എവിടെ എഴുതിയിരിക്കുന്നത്. ഇഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 then there exists S element of capital S such that U minus epsilon less than S. Next ഒരു ലെമ്മ ആണ്, a number U is a supreme of a non-empty subset S of R if and only if U satisfies S less than or equal to U for all S element of S. If V less than U, then there exists S dash in S such that V less than S dash. സിമ്പിൾ ആണ്, മുമ്പേ പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഇവിടെ ഇക്വലന്റ് കണ്ടീഷൻ പറഞ്ഞില്ലേ, അതേ കാര്യങ്ങൾ തന്നെ ഉള്ളൂ ഇവിടെ. ലെമ്മേഡ് an upper bound U of a non-empty set S in R is the supreme of S if and only if for every epsilon greater than 0 there exists an epsilon element of S such that U minus epsilon less than S epsilon. അത് തന്നെയാണ് ഇവിടെ കണ്ടീഷൻ 4 എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. അതിന്റെ പ്രൂഫ് നോക്കാം, അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എന്താ, യു ഒരു അപ്പർ ബൗണ്ട് ആണ്. അപ്പൊ അത് തന്നേക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ തിരിച്ച് അസ്യൂം ചെയ്യുന്നത് കേട്ടോ. അതായത് യു എന്ന് പറയുന്ന ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. എന്താ, ഏതൊരു എപ്സിലോൺ തന്നാലും ഒരു എസ് എപ്സിലോൺ കണ്ടുപിടിക്കാൻ സാധിക്കും, യു മൈനസ് എപ്സിലോൺ ലെസ് ദാൻ എസ് എപ്സിലോൺ. അപ്പൊ അതാണ് നമ്മുടെ അസ്യൂം ചെയ്യുന്നത്. ഇഫ് വി ലെസ് ദാൻ യു then put epsilon equal u minus v. v less than u എന്ന് വെച്ചാൽ u ആണ് വലുത്, v ചെറുത്. അപ്പൊ u വലുതായതുകൊണ്ട് u മൈനസ് v എന്ന് പറയുന്നത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പം അതിനെ നമ്മൾ എപ്സിലോൺ എന്ന് വിളിച്ചു. പുട്ട് എപ്സിലോൺ ഈക്വൽ u മൈനസ് v, അത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. അപ്പൊ കണ്ടീഷൻ വെച്ച് എന്താ പറയാ, there exists s epsilon element of s such that u minus epsilon less than s epsilon. u മൈനസ് എപ്സിലോൺ എന്തോ, എപ്സിലോൺ ഈസിക്കൽ u മൈനസ് v. അപ്പൊ u മൈനസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ v ആവും. അപ്പൊ എന്താ പറയാ, v എന്ന് പറയുന്നത് അപ്പർ ബൗണ്ട് ആകത്തേ ഇല്ല. എന്ന് വെച്ചാൽ എന്താ, യുവിനേക്കാൾ ചെറിയ ഏതൊരു നമ്പറും അപ്പർ ബൗണ്ട് ആകത്തില്ല. അതിന്റെ അർത്ഥം എന്തോ, യു ആണ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്, അതുകൊണ്ട് യു എന്ന് പറയുന്നത് സുപ്രീമോ ആയിരിക്കും. ഇനി കോൺവേഴ്സ്ലി അസ്യൂം ദാറ്റ് യു എന്ന് പറയുന്നത് സുപ്രീമോ ആണ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പൊ യു സുപ്രീമോ ആയതുകൊണ്ട് എന്താ പറയാ, യു മൈനസ് എപ്സിലോൺ, യുവിനേക്കാൾ ചെറിയൊരു നമ്പറാണ് യു മൈനസ് എപ്സിലോൺ, അത് ഒരിക്കലും അപ്പർ ബൗണ്ട് ആകത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അപ്പർ ബൗണ്ട് ആകാത്തത് കൊണ്ട് എന്താ പറയാ, യു മൈനസ് എപ്സിലോണിനും യുവിനും ഇടയ്ക്ക് എന്തോ ഒരു എലമെന്റ് എസ് എപ്സിലോൺ കണ്ടുപിടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു സെറ്റിന് അത് സുപ്രീമോ മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ്. പല കണ്ടീഷൻ നമുക്ക് പറയാം. ഒരു സെറ്റിന് സുപ്രീമം കാണാം, കാണാതിരിക്കാം. ഒരു സെറ്റിന് സുപ്രീമം ഉണ്ടെങ്കിൽ ആ സെറ്റിൽ തന്നെ ഉള്ള എലമെന്റ് ആകാം, അല്ലെങ്കിൽ പുറത്തുള്ള എലമെന്റ് ആകാം. ഇത് ഓരോന്നിന്റെ എക്സാമ്പിൾ പഠിക്കണം, കാരണം എ പാർട്ടിൽ ചോദിക്കും. അപ്പൊ നോക്കി, a non-empty set S1 has finite number of elements. Then S1 has the largest element U and the least element W. അങ്ങനെയാണെങ്കിൽ ആ ലാർജസ്റ്റ് എലമെന്റ് ആയിരിക്കും സുപ്രീമം, ലീസ്റ്റ് എലമെന്റ് ആയിരിക്കും ഇൻഫിമം. അത് രണ്ടും ആ സെറ്റിൽ തന്നെ കാണും. അപ്പൊ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുത്താൽ മതി. അപ്പൊ എന്താ, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെറ്റ് ഹാവിംഗ് ബോത്ത് സുപ്രീമം ആൻഡ് ഇൻഫിമം ആർ ദ എലമെന്റ്സ് ഓഫ് ദാറ്റ് സെറ്റ്. ആ സെറ്റിലെ എലമെന്റ് തന്നെ സുപ്രീമോ ഇൻഫിമോ കിട്ടണം. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു ഫൈനൈറ്റ് സെറ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പൊ എന്താ, സെറ്റ് 1 2 3 എക്സെട്ര 10. അപ്പൊ അതിലെ ചെറിയ ആള് 1 ആണ്, അത് അതിനകത്ത് തന്നെ ഉണ്ട്, അതാണ് ഇൻഫിമം. ഇനി ഏറ്റവും വലിയ ആള് 10 ആണ്, അതാണ് അപ്പർ ബൗണ്ട്, അതാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, അത് ആ സെറ്റിൽ തന്നെ ഉണ്ട്. അപ്പൊ ഒരു സെറ്റിൽ സുപ്രീമോ ഇൻഫിമോ ആ സെറ്റിലെ എലമെന്റ്സ് തന്നെ ആകണമെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഒരു ഫൈനൈറ്റ് സെറ്റ് പറഞ്ഞാൽ. ഇനി അടുത്ത് 0 ലെസ് ആണെങ്കിൽ എക്സ് ലെസ് ആണെങ്കിൽ 1. ക്ലിയർലി 0 അപ്പർ ബൗണ്ട്, 0 എന്താ ലീസ്റ്റ് ബൗണ്ട് ആണ്, ലോവർ ബൗണ്ട് ആണ്, 1 അപ്പർ ബൗണ്ട് ആണ്. 1 സുപ്രീമോ ആയിരിക്കും, 0 ഇൻഫിമോ ആയിരിക്കും. അപ്പൊ നോക്കി,
വി പ്രൂവ് ദാറ്റ് 1 ഈസ് ദ സുപ്രീമം. അതിനുവേണ്ടി എന്താ എടുക്കുന്നത്? 1നേക്കാൾ ചെറിയ ഒരു എലമെന്റ് വി എടുത്തു. Then there exists an element S dash such that V less than S dash. 0 തൊട്ട് 1 വരെ ഉണ്ട്. 1നേക്കാൾ ചെറിയ ഒരു എലമെന്റ് എടുത്താൽ എന്തോ ആ എലമെന്റിനും 1നും ഇടയ്ക്ക് ഒരു എലമെന്റ് കാണും. കണ്ടില്ലെങ്കിൽ എന്തോ ആ വി അങ്ങ് സുപ്രീമമായി പോകും. അതുകൊണ്ട് വി എന്ന് പറയുന്ന അപ്പർ ബൗണ്ട് ആകത്തില്ല. അങ്ങനെ ഒരു ആർബിട്രറി വി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാം? ഇതുപോലെ പറയാൻ പറ്റും. അതുകൊണ്ട് എന്താ പറയാം? അതിന്റെ സുപ്രീമം 1 ആയിരിക്കും. സിമിലർലി വി ക്യാൻ ഷോ ദാറ്റ് ഇൻഫിമം 0 ആയിരിക്കും. ഇവിടെ എന്താ? ഇൻഫിമോ സുപ്രീമോ ആ സെറ്റിൽ തന്നെ ഉണ്ട്. ഇനി അടുത്ത എന്തോ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. അപ്പൊ 0യും 1ഉം ആ സെറ്റിൽ ഇല്ല. പക്ഷെ 0 ലോവർ ബൗണ്ട് ആണ്, 1 അപ്പർ ബൗണ്ട് ആണ്. 1 സുപ്രീമോ ആയിരിക്കും, പക്ഷെ സുപ്രീമോ ആ സെറ്റിൽ ഇല്ല. അതുപോലെ ഇൻഫിമമായ 0യും ആ സെറ്റിൽ ഇല്ല. അങ്ങനെ എക്സാമ്പിൾ പഠിച്ചോണെ. ഇനി സുപ്രീമം ഉണ്ട്, ഇൻഫിമോ ഇല്ല. അപ്പൊ എന്താ? ഇവിടെ ഈക്വൽ ടു വേണം. ഇനി ഇൻഫിമോ ഉണ്ട്, സുപ്രീമോ ഇല്ല എന്ന് വെച്ചാൽ ഇവിടെ ഈക്വൽ ടു വേണം. ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നമുക്ക് എല്ലാം പറയാം. ഓക്കെ, അടുത്ത കംപ്ലീറ്റ്നെസ് ഓഫ് ആർ. It is not possible to prove on the basis of field and other properties, order properties of R. അപ്പൊ ആർ എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഓർഡർ ഫീൽഡ് ആണ്. അപ്പൊ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ, സ്റ്റേറ്റ് ദ കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് വെക്കാം. അപ്പൊ എന്താ? എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഓൾസോ ഹാസ് എ സുപ്രീമം ഇൻ ആർ. അപ്പൊ എന്താ? കംപ്ലീറ്റ്നെസ് പ്രോപ്പർട്ടി ഓഫ് ആർ പറയുന്നത് എന്താണ്? റിയൽ നമ്പേഴ്സിന്റെ ഏതൊരു നോൺ എംപ്റ്റി സെറ്റ് എടുത്താലും അതിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ സുപ്രീമം കാണും. കാര്യം മനസ്സിലായോ? എവരി നോൺ എംപ്റ്റി സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ദാറ്റ് ഹാസ് ആൻ അപ്പർ ബൗണ്ട് ഓൾസോ ഹാസ് എ സുപ്രീമം ഇൻ ആർ. റിയൽ നമ്പേഴ്സിന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് അപ്പർ ബൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു സുപ്രീമം ആറിൽ കാണുമെന്നാണ്. അല്ലാതെ ആ സെറ്റിൽ കാണുമെന്നല്ല പറയുന്നത്, ആറിൽ ആ സുപ്രീമം കാണും. ആ പ്രോപ്പർട്ടിയെ നമ്മൾ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് ആർ എന്ന് വിളിക്കും. കാരണം സുപ്രീമത്തിന്റെ കാര്യം പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇൻഫിമത്തിന്റെ കാര്യം പറയാം. എന്താ ഇൻഫിമത്തിന്റെ കാര്യം? എന്തുവാ? ലോവർ ബൗണ്ട് ഉണ്ടെങ്കിൽ ഇൻഫിമം കാണും. എവിടെ? ആറിൽ. പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത സെക്ഷനിൽ ഇതിന്റെ കാര്യമൊക്കെ പറയും കേട്ടോ. അപ്പൊ ഇതൊരു ചെറിയ സെക്ഷൻ ആണ്. അതിന്റെ എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. ലോവർ ബൗണ്ട്, അപ്പർ ബൗണ്ട്, ഇൻഫിമം അങ്ങനെ കണ്ടുപിടിക്കാൻ ഈ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിച്ച എക്സാമ്പിൾസ് ഇല്ലേ, അത് പഠിക്കണം. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഈ സെക്ഷൻ കൊച്ചു സെക്ഷനാണ്.